റേഷൻ കാർഡ് ഉടമകളെ പട്ടിണിക്കിട്ട് പൊതുവിതരണ വകുപ്പും വിതരണക്കാരും. മഴക്കാലക്കെടുതിയിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാർഡുടമകൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് പൊതുവിതരണ വകുപ്പ്. മെയ് മാസത്തിലെ റേഷൻ വിഹിതം കൈപ്പറ്റാനുള്ള അവസാന ദിനത്തിലും എറണാകുളം ജില്ലയിലെ 40% റേഷൻ കടകളിലും ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിക്കാൻ റേഷൻ വിതരണത്തിന്റെ കരാർ എടുത്തവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് റേഷൻ വ്യാപാരികൾ. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് റേഷൻ വിതരണ കരാറുകാർ സമരത്തിലായിരുന്നതിനാൽ ജില്ലയിൽ ഭക്ഷ്യോൽപ്പന്ന വിതരണത്തിനായി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയത് മെയ് 25-ന് ശേഷമായിരുന്നു. 4ഉം 5ഉം വാഹനങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നും വിതരണ വാഹനങ്ങളുടെ എണ്ണം 2ആയി ചുരുക്കിയ കരാറുകാരുടെ അനാസ്ഥയാണ് ജില്ലയിൽ ഒട്ടുമിക്ക റേഷൻ കടകളിലും സാധനങ്ങൾ എത്താതിരുന്നതിന് കാരണമെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. പകരം സംവിധാനമൊരുക്കേണ്ട പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരും അനങ്ങാപ്പറ നയം സ്വീകരിച്ചത് സമയബന്ധിതമായി റേഷൻ ഡിപ്പോകളിൽ അരിയും ഗോതമ്പും പഞ്ചസാരയും അടക്കമുള്ള റേഷൻ സാധനങ്ങൾ എത്താതിരുന്നതെന്നും കടയുടമകൾ ആരോപിച്ചു. മെയ് 31 വരെ ആകെ വിതരണം ചെയ്യേണ്ട റേഷൻ സാധനങ്ങളുടെ 60% മാത്രമാണ് റേഷൻ കടകളിൽ എത്തിയത്. കഴിഞ്ഞ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റാനുള്ള അവസാന ദിവസത്തിലും കണയന്നൂർ, കൊച്ചി, പറവൂർ, എറണാകുളം സിറ്റി റേഷനിംഗ് ഓഫീസ് എന്നിവിടങ്ങളിൽ വിതരണം ചെയ്യേണ്ട റേഷൻ വിഹിതം ഇനിയും എത്തിയിട്ടില്ല. 163 റേഷൻ കടകളുള്ള കണയന്നൂർ താലൂക്കിൽ 80ഓളം കടകളിൽ കഴിഞ്ഞ ദിവസം വരെ റേഷൻ ധാന്യങ്ങൾ എത്തിയിട്ടില്ലെന്ന് കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ AITUC ജില്ലാ സെക്രട്ടറി KK ഗോപകുമാർ പറഞ്ഞു. കേരളത്തിലെ ഏതാണ്ട് 75% താലൂക്കുകളിലും റേഷൻ കടകളിലേക്ക് അരി എത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എറണാകുളം ജില്ലയിലെ കണയന്നൂര്, പറവൂർ, കൊച്ചി CRO അതായത് സിറ്റി റേഷനിംഗ് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന കടകൾ, ഇങ്ങനെയുള്ള കുറേ കടകളിൽ മാത്രം ഈ സമയം വരെ ഏതാണ്ട് 60% കടകളിലും അരി എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദിവസങ്ങളോളം ആളുകളെല്ലാം റേഷൻ വാങ്ങാൻ വരുന്നവരെല്ലാം ഓരോ വിഭാഗത്തിന് ഇനം തിരിച്ച് വിതരണം ചെയ്യേണ്ടത് എന്ന സാഹചര്യമുള്ളതാണ്. അതുകൊണ്ട് പലർക്കും കിട്ടാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അവർ കിട്ടാതെ മടങ്ങിപ്പോവുകയാണ്. 1ഉം 2ഉം 3ഉം പ്രാവശ്യം വരുന്നവർ അവസാനം റേഷൻ കടക്കാരന് തെറി പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അത്രയും ബുദ്ധിമുട്ട് റേഷൻ കടക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും കണയന്നൂർ താലൂക്കിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്രയും താലൂക്കുകളിലെ മുഴുവൻ വിതരണം ഏറ്റെടുക്കുന്ന ഒരേ ഒരു കോൺട്രാക്ടറാണ്. ആ കോൺട്രാക്ടറുടെ വശം വണ്ടികളോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ ഡ്രൈവർമാരോ പോലും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം അറിഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. ഇത് കുറേ നാളുകളായിട്ട് തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ്. ഇതിന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് റേഷൻ കടക്കാർ മാത്രമാണ്. ആ റേഷൻ വാങ്ങാൻ വരുന്നവർക്ക് അരി കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ വരുന്ന പഴി വേറെ, റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടക്കാരെ ചീത്ത പറയുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അത് കൂടാതെയാണ് നിലവിലുണ്ടായിരുന്ന വരുമാനം പോലും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുക. എല്ലാ റേഷൻ കടക്കാർക്ക് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് 2 മാസം 3 മാസമൊക്കെ എത്തിയാണ് കമ്മീഷൻ പോലും കിട്ടുന്നത്. അവരുടെ വരുമാനത്തിന്റെ ഏതാണ്ട് നല്ലൊരു ശതമാനം ഇല്ലാതായിരിക്കുകയാണ്. കടവാടകയും ഈ സ്കൂൾ തുറക്കുന്ന ഈ സമയമായതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും എല്ലാം വീട്ടുചെലവും മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചു പോകുന്ന സ്ഥിതി തന്നെ വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് നിൽക്കുന്ന ഒരുപാട് റേഷൻ കടക്കാരുണ്ട്. ഒരു കാലത്ത് റേഷൻ കടക്കാരൊക്കെ വലിയ കുബേരന്മാരായിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയി ഇന്ന് ഏറ്റവും നിർധനരായ ഒരു വിഭാഗമായിട്ട് മാറിയേക്കുക. ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും KREF AITUC പോലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും സമരരംഗത്തേക്ക് ഇറങ്ങുക തന്നെ മാർഗമുള്ളൂ. ജൂൺ മാസത്തിലെ വിതരണം മുതൽ കൃത്യത പാലിച്ചുകൊണ്ട് കടകളിലേക്ക് കൃത്യമായി സാധനം എത്തിക്കുകയും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ഉദ്യോഗസ്ഥർ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ കടയടച്ചിട്ടുള്ള ഏറ്റവും അവസാന മാർഗമായിട്ടുള്ള അടച്ചിട്ട് തന്നെ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് ഇതിന്റെ ഏറ്റവും അധികാരപ്പെട്ട ആളുകളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ മാസത്തെ റേഷൻ വിഹിതം കിട്ടാത്തത് എന്തെന്ന കാർഡുടമകളുടെ ചോദ്യത്തിനു മുമ്പിൽ മറുപടി പറയാൻ കഴിയാത്ത ഗതികേടിലാണ് തങ്ങളെന്നും വ്യാപാരികൾ പറയുന്നു. ജില്ലാ സപ്ലൈ ഓഫീസർ സ്ഥലം മാറിപ്പോയ ഒഴിവിൽ പുതിയ ഓഫീസർ ചാർജ് എടുത്തെങ്കിലും തിരുവനന്തപുരം ജില്ലക്കാരിയായ ഓഫീസർ ലീവിലായത് കാരണം റേഷൻ വിതരണ മേൽനോട്ടം അവതാളത്തിലായതായും കടയുടമകൾ പറയുന്നു. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കമ്മീഷനടക്കമുള്ള ആനുകൂല്യങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലും റേഷൻ കടകളുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു.
എറണാകുളം ജില്ലയിൽ 1273 റേഷൻ ഡിപ്പോകളാണ് ഉള്ളത്. വെള്ള കാർഡ് ഉടമകൾക്ക് 6 കിലോ അരിയും നീല കാർഡ് ഉടമകളിൽ ഒരാൾക്ക് 2 കിലോയ്ക്ക് പുറമെ കാർഡ് ഒന്നിന് 3 കിലോ സ്പെഷ്യൽ അരിയുമാണ് ലഭിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പിങ്ക് കാർഡ് ഉടമകളിൽ കുടുംബത്തിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും. മഞ്ഞ കാർഡ് ഉടമകൾക്ക് കാർഡ് ഒന്നിന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. വിതരണ ഏജൻസിയുടെ അനാസ്ഥ മൂലം മെയ് മാസ റേഷൻ ധാന്യങ്ങൾ കാർഡ് ഉടമകൾക്ക് നിഷേധിക്കുന്ന സമീപനം ശരിയല്ല. മുഴുവൻ കാർഡ് ഉടമകൾക്കും കഴിഞ്ഞ മാസത്തെ റേഷൻ വിഹിതം ലഭ്യമാക്കണം. വിതരണക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലമുണ്ടായ പിഴവിന് കാർഡ് ഉടമകൾക്ക് നീതി നിഷേധിക്കുന്ന നിലപാട് ശരിയല്ലെന്നും ഇതിനെതിരെ കടകളടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു. A2Z ന്യൂസ് മലയാളം 24.